മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കും. ഈ വാക്യം അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒന്നിച്ച് പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ആയിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഈ വചനം നമ്മുടെ ജീവിതങ്ങളിൽ എത്ര വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളതാണ്. ഈ മലാക്കി പ്രവാചക പുസ്തക പഠനം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ചിന്തിക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഞാൻ ഈ വായിച്ച വേദഭാഗത്ത് നമ്മോടെല്ലാവരോടും ദൈവം സംസാരിക്കുകയാണ്. ഇത് കേവലം പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തോടോ അവരുടെ പുരോഹിതന്മാരോടോ മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും ദൈവത്തിന് ഇതുതന്നെയാണ് സംസാരിക്കാനായിട്ടുള്ളത്. എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണമൊന്ന് മാത്രം, ഇസ്രായേലും നമ്മളും തമ്മിൽ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ്. അവർ ചെയ്തു വന്ന പാപങ്ങൾ മറ്റൊരു വിധത്തിൽ നാം ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടും ദൈവസന്നിധിയിൽ നോക്കുമ്പോൾ പാപം പാപം തന്നെയാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം, അവർ അത് ചെയ്തപ്പോൾ ദൈവം അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനം, രക്ഷിക്കപ്പെട്ട ദൈവജനം ദൈവത്തിൻ്റെ മക്കളാണ്. മക്കൾ മടങ്ങി വരുവാൻ പിതാവ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾ തെറ്റിപ്പോയിരിക്കുകയാണ്. കേവലം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേ എല്ലാവരും തെറ്റിലകപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. എൻ്റെ പ്രമാണം വിട്ട്, എൻ്റെ ആലോചന വിട്ട്, എൻ്റെ കൽപ്പന വിട്ട്, എൻ്റെ നിയമം വിട്ട്, എൻ്റെ രീതി വിട്ട്, എൻ്റെ ഇഷ്ടം വിട്ട്, എൻ്റെ താല്പര്യം വിട്ട് നിങ്ങൾ തെറ്റിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ദൈവം സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തള്ളിക്കളയുകയല്ല, ഉപേക്ഷിച്ച് കളയുകയല്ല. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ദൈവം പറയുന്നു, മക്കളെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ എന്ന്. നമ്മുടെ ദൈവം എത്ര കരുണയുള്ള ദൈവമാണ്, ആർദ്ര സ്നേഹമുള്ളവനാണ്. തെറ്റിപ്പോയിരിക്കുന്ന ജനത്തെ
ദൈവം വിളിച്ചു പറയുകയാണ്, അവരോട് ദൈവം സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ. തെറ്റിലകപ്പെട്ടവരെ എല്ലാവരും വെറുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അവൻ കൊള്ളത്തില്ല, അവൻ ചീത്തയാണ്, അവൻ മോശമാണ്, അവൻ പാപിയാണ്, അവൻ കുഴപ്പക്കാരനാണ്. ആ വ്യക്തി സ്ത്രീയാകാം, പുരുഷനാകാം, ആരുമാകട്ടെ, സമൂഹത്തിൽ മോശ വഴിത്താരകളിൽ സഞ്ചരിക്കുന്നവരെ ജനം വെറുക്കുന്നു. അവരെ ഒറ്റപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കും, തള്ളിക്കളയാനായിട്ട് ആഗ്രഹിക്കും. കുടുംബത്തിൽ നാശം വിതയ്ക്കുന്ന കലഹക്കാരനായ മക്കളെപ്പോലും മാതാപിതാക്കൾ തള്ളിക്കളയും. എന്നാൽ ഇവിടെ ദൈവം മനഃപൂർവ്വം അവരോട് പറയുകയാണ്, നിങ്ങൾ തെറ്റി നടക്കുന്നവരാണ്, എനിക്കതറിയാം, ഞാനത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ആളാണ്. എന്നാലും ഞാൻ പറയുക, ദൈവത്തിൻ്റെ സ്നേഹം നോക്കണേ, എന്നാലും ഞാൻ പറയുക, എന്താ പറയുന്നേ? എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങി വരുവിൻ, എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ. പഴയ നിയമത്തിൽ ധാരാളം വേദഭാഗങ്ങളുണ്ട് മടങ്ങി വരുവിൻ, മടങ്ങി വരുവിൻ എന്ന് ദൈവം പറയുന്നത്. എന്നാൽ പഴയ നിയമത്തെക്കാൾ പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അത് ദൈവത്തിങ്കിലേക്ക് വരിക, പാപം വിട്ടുവരിക എന്നുള്ളതാണ്. ആയിരിക്കുന്ന ആ അവസ്ഥ വിട്ട്, ആ സ്വഭാവം വിട്ട് മാനസാന്തരപ്പെട്ടു വരിക. അപ്പോൾ അതിന് റിപ്പൻറ്റ് എന്നൊരു ശബ്ദമായി ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു. ഞാൻ ആ കാര്യം നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാനായിട്ട് തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുക: ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. അപ്പോൾ മടങ്ങി വരുവിൻ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള റിപ്പൻറ്റൻസ്, മാനസാന്തരം എന്ന് പറയുന്നത്, ദൈവത്തിങ്കിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് തെറ്റായതിനെ വിട്ടിട്ട് ഉള്ള വരവാണ്. ചുമ്മാ അങ്ങ് വരിക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അത് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവരുടെ സ്വഭാവം, അവരെന്ത് ചെയ്തു എന്നുള്ളതിനെ സൂചിപ്പിച്ച് പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അതാണ് ശരിയായിട്ടുള്ള ഒരു റിപ്പൻറ്റൻസ്, മാനസാന്തരം, മടങ്ങി വരവ്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ അവരോട് നിങ്ങൾ വിഗ്രഹങ്ങൾ വിടണമെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പൗലോസ് സുവിശേഷമാണ് പ്രസംഗിച്ചത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവർ കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ അത് ബോധ്യമായി. എന്താ? തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ആ തെറ്റ് ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല, അത് വിട്ടിട്ട് പിന്നെ എന്തു ചെയ്യണം? ശരിയായ രക്ഷിതാവിങ്കിലേക്ക് വരണം. അപ്പോൾ അവർ വിടേണ്ടതിനെ വിട്ടു, ശരിയായതിങ്കിലേക്ക് വന്നു. അതാണ് മാനസാന്തരം, അതാണ് മാനസാന്തരം. പ്രിയമുള്ളവരെ, ആ മാനസാന്തരം, ആ റിപ്പൻറ്റൻസ്, ആ മടങ്ങി വരവ് അല്ലെങ്കിൽ ആ മനംതിരിവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. മലാഖിയിൽ ദൈവാത്മാവ് പറയുന്നത്, നിങ്ങൾ തെറ്റി നടക്കുന്നവരാണ്, മടങ്ങി ചുമ്മാ ഇങ്ങ് വന്നാൽ പോരാ, പിന്നെയോ ആ തെറ്റി നടക്കുന്ന അത് വിട്ടിട്ട് വരണം. അതാ ദൈവം പറയും.
അല്ലാതെ ദൈവത്തിങ്കിലേക്ക് വന്നു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അത് തുടരുകയാണ്. ഏതിൽ തുടരുകയാണ്? അവരെന്തായിരുന്നുവോ അതിൽ തുടരുകയാണ്. ഒരു പ്രയോജനമില്ല. അതല്ല ദൈവത്തിങ്കിലേക്കുള്ള വരവെന്ന് പറയുന്നത്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവിൻ എന്ന് ദൈവം വിളിക്കുമ്പോൾ ദൈവത്തെ വിട്ടിട്ട് പോയിട്ട് ഏതിലാണ് ആശ്രയിച്ചിരിക്കുന്നത്, ഏത് കാര്യത്തിലാണോ ദൈവത്തെ അല്ലാതെ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്, ഏതിലാണോ വിശ്വസിച്ചിരിക്കുന്നത്, ഏത് കാര്യത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത്, അത് വിട്ടുവരണം എന്ന്. അങ്ങനെ വിട്ടുവരുവാനായിട്ട് നമുക്ക് കഴിയണം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഈ സഭകളോട് പറയുന്ന കാര്യത്തിൽ നമുക്കറിയാം, ഈ 7 സഭകളോടും ദൈവം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 5 സഭകളിലാണ് ദൈവം മാനസാന്തരത്തെക്കുറിച്ച് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറയും. ഈ 5 സഭകളോടും ദൈവം പറയുകയാണ് മാനസാന്തരപ്പെടണം. എന്നാൽ 2 സഭകളോട് പറയുന്നില്ല. അതേതാണ്? 1 സ്മിർന സഭയും 2 ഫിലദൽഫിയ സഭയും. ഇപ്പോൾ സ്മിർന സഭയോട് പറയുമ്പോൾ അതിനെന്താ കാരണം? അതിന് കാരണമുണ്ട്. അവർ ദൈവത്തിന് വേണ്ടി പ്രാണൻ കൊടുക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവരോട് ദൈവം പറയുന്നില്ല നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. അപ്പോൾ സ്മിർന സഭയോട് ദൈവത്തിന് പറയാനില്ല. അവരോട് പറയുന്നത് എന്താ? അവർ ദൈവത്തിന് വേണ്ടി ജീവനെ കൊടുക്കുന്ന, കഷ്ടത അനുഭവിക്കുവാൻ, ബുദ്ധിമുട്ട് അനുഭവിക്കാൻ മനസ്സുള്ളവരാണ്. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ. 2 ഫിലദൽഫിയ സഭയോടാണ്. അവരോട് പറയുമ്പോൾ അവരെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തി, അവർ ദൈവത്തിൻ്റെ വചനം കാത്ത ആളുകളാണ്. അവർ ദൈവത്തിൻ്റെ വചനത്തെ സൂക്ഷിച്ചവരാണ്, വചനം പാലിക്കുന്നവരാണ്, വചനം ഇഷ്ടപ്പെടുന്നവരാണ്, വചനം കാത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർ മാനസാന്തരപ്പെടാൻ പറയുന്നില്ല. 1 ജീവനെ കൊടുക്കുന്നു, 2 വചനത്തെ തങ്ങളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു. ബാക്കി എല്ലാ സഭകളോടും പറയുന്നുണ്ട് മാനസാന്തരപ്പെടും. പ്രിയമുള്ളവരെ, വിട്ടുവരണം. മലാഖിയിൽ ദൈവം വിളിക്കുന്നു, മടങ്ങി വരുവിൻ, എങ്കിലേക്ക് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ. നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കണം. നമ്മുടെ ആ തെറ്റ് തിരുത്തി, നമ്മുടെ ആ വഴി മാറി അത് വിട്ടുകളഞ്ഞിട്ട് ശരിയായ വഴിയിലേക്ക് മടങ്ങി വന്നാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ ഇമ്പസ്വരം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങി വരുവാൻ ഇടവരട്ടെ. മകനെ, മകളെ, എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ. ദൈവം വിളിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അമ്മയെപ്പോലെന്നെ ഓമനിച്ചു അപകടവേളയിൽ പാലിച്ചവൻ, ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു